വ്ളാദിമിർ പുടിനുള്ള വിരോധം യു.എസിന് തൽക്കാലം പൊരുതി തീർക്കാനാകില്ല, ചൊറിഞ്ഞു തീർക്കാനാകുകയുള്ളൂ. അതുകൊണ്ടാണ് ട്രംപ് ഇന്ത്യയെ ചൊറിയുന്നത്. റഷ്യയുടെ വിരോധത്തിൽ ഇന്ത്യക്ക് യു.എസ് കടുത്ത താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ തന്നെ അമേരിക്കക്കാർക്കിടന്ന് വെള്ളം കുടിച്ചു തുടങ്ങുമെന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇന്ത്യയിലെ ഉൽപാദനം അവസാനിപ്പിക്കാൻ ട്രംപ് എന്ന വിവരം കെട്ട അമേരിക്കക്കാരൻ ആപ്പിൾ അധികൃതരോട് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണെന്നും ഇപ്പോൾ ലോകം അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പറഞ്ഞതൊന്നും തെറ്റാറില്ല. മെയ്ഡ് ഇൻ ഇന്ത്യ ആപ്പിൾ ഐഫോണുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, ആ ഫോണുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അമേരിക്കക്കാരാണ്. കാരണം കഴിഞ്ഞ പാദത്തിൽ യു.എസിൽ വിറ്റഴിക്കപ്പെട്ട ഐഫോണുകളിൽ ഭൂരിപക്ഷവും ഇന്ത്യയിൽ നിർമ്മിച്ചതാണെന്നും ചൈന പ്രധാനമായും യു.എസ് ഇതര വിപണികളിലേക്കാണ് തങ്ങളുടെ ആപ്പിൾ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതെന്നും ആപ്പിൾ സിഇഒ ടിം കുക്ക് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ആരാണ്? ആപ്പിൾ സിഇഒ അമേരിക്കക്കാരനായ ടിം കുക്ക്. അത് ട്രംപിനും അറിയാം. ആ ഇന്ത്യൻ കുത്തക ട്രംപിന് സഹിക്കുന്നില്ല. കഴിഞ്ഞ പാദത്തിൽ യു.എസിൽ വിറ്റഴിക്കപ്പെട്ട ഐഫോണുകളിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിർമ്മിച്ചതാണെന്നും ചൈനയിൽ നിർമ്മിക്കുന്ന ആപ്പിൾ ഫോണുകൾ, ചൈന അസംബിൾ ചെയ്യുന്ന ആപ്പിൾ ഫോണുകൾ പ്രധാനമായും യു.എസ് ഇതര വിപണികളിലേക്കാണ് വിറ്റഴിക്കുന്നതെന്നും ആപ്പിൾ സിഇഒ ടിം കുക്ക് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ആരാണ്? ആപ്പിളിന്റെ സ്വന്തം സിഇഒ ടിം കുക്ക്. ഇതിനപ്പുറം ട്രംപിന് ഇനി എന്ത് വിശദീകരണം വേണം? അത് ട്രംപിനും അറിയാം ഈ കാര്യം. ആ ഇന്ത്യൻ കുത്തക പക്ഷേ ട്രംപിന് അങ്ങ് പിടിക്കുന്നില്ല, സഹിക്കുന്നില്ല. അത് തന്നെയാണ് ഈ ഇന്ത്യൻ വിരോധത്തിന് കാരണം. അതുകൊണ്ട് ഇന്ത്യക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രശ്നവുമില്ല, ഇന്ത്യ അത് മൈൻഡ് ചെയ്യുന്നുമില്ല. പക്ഷേ നമ്മുടെ ഭാഷയിൽ ട്രംപിന്റെ ഈ സ്വഭാവത്തിന്റെ പേര് പറയും കുശുമ്പ്. ആഭ്യന്തര ഉൽപാദനത്തിനായുള്ള ട്രംപിന്റെ നിർബന്ധവും പ്രേരണയും ഇപ്പോഴും ആപ്പിൾ നിലനിൽക്കുന്നു. പക്ഷേ യു.എസിൽ അതിനൊക്കെ സാഹചര്യമില്ല. തൊഴിൽ ചിലവ് വളരെ കൂടുതലാണ്. എന്നിട്ടും ആപ്പിൾ ഇന്ത്യയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നുണ്ടെങ്കിൽ അത് യു.എസിന് പറ്റാത്തത് ഇന്ത്യയും ചൈനയും ചെയ്യുന്നു, യു.എസിനും ചൈനയ്ക്കും പറ്റാത്തത് ഇന്ത്യ കൂടുതലായി ചെയ്യുന്നു എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ്. തെക്കേ ഇന്ത്യ, ദക്ഷിണ ഇന്ത്യ ആപ്പിളിന് ഏറെ കൊയ്ത്ത് നൽകുന്ന ഒരിടമായി മാറുകയാണ്. ലോകത്തെ പ്രധാന IT ഹാർഡ്വെയർ ഹബ്ബായി മാറാൻ പോവുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആപ്പിൾ ഇന്ത്യയിൽ അസംബ്ലിങ്ങും വിൽപ്പനയും നടത്തുന്ന ഐഫോണുകളും അതിന്റെ റീറ്റെയിൽ വികസന പദ്ധതിയും ഇന്ത്യയിലെ മിക്കവാറുമുള്ള നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്ന ആപ്പിൾ റീറ്റെയിൽ സ്റ്റോറുകൾ, യു.എസിൽ ആപ്പിൾ ഫോണുകളുടെ റെക്കോർഡ് വരുമാനം. അതാണ് ടിം കുക്ക് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ആപ്പിൾ കമ്പനി സിഇഒ ടിം കുക്ക് ഇക്കാര്യവും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ വികസന പദ്ധതികൾ കഴിഞ്ഞ പാദത്തിൽ യു.എസിൽ വിറ്റഴിക്കപ്പെട്ട ഐഫോണുകളിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിർമ്മിച്ചത് തന്നെയായിരുന്നു. മുൻകാല ഉൽപാദന ഭീമനായിരുന്ന ചൈനയുടെ ഐഫോണുകൾ ഇപ്പോൾ യു.എസ് ഇതര വിപണികളിലേക്ക് പോകുന്നു. ആപ്പിൾ കമ്പനിയുടെ ത്രൈമാസ ഫലങ്ങൾ വന്ന ശേഷം വിശകലന വിദഗ്ധരുമായി സംസാരിച്ച കുക്ക് യു.എസിനായി ഐഫോണുകൾ നിർമ്മിക്കുന്നതിൽ പ്രധാന രാജ്യം ഇന്ത്യയാണെന്നും അമേരിക്കയ്ക്കായി മാക്ബുക്ക്, ഐപാഡ്, വാച്ച് എന്നിവ നിർമ്മിക്കുന്ന സ്ഥലം വിയറ്റ്നാം ആണെന്നും തുറന്നടിച്ചത്. യു.എസിലേക്കുള്ള ഇന്ത്യൻ ഫോൺ കയറ്റുമതി മൊണോപ്പൊളിയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അതായത് യു.എസിൽ വിൽക്കുന്ന ഐഫോണുകൾ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നാണെന്നും അത് ഇന്ത്യയുടേതാണെന്നുമാണ് ടിം കുക്ക് പറയുന്നത്. മറ്റ് അന്താരാഷ്ട്ര ഇടങ്ങൾക്കുള്ള ഉൽപ്പന്നങ്ങൾ ഭൂരിഭാഗവും ഇപ്പോഴും ചൈനയിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. ഈ ആഴ്ച ആദ്യം ട്രംപ് ഭരണകൂടം 25% താരിഫ് ഇന്ത്യക്ക് ഏർപ്പെടുത്തിയപ്പോൾ സ്മാർട്ട് ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവയെ പരസ്പര താരിഫുകളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. എന്നിട്ടും ട്രംപ് വിവരം കെട്ട് കളി കളിക്കുകയാണ്, ആപ്പിളിനോട് ഇന്ത്യ വിട്ടു പോകാൻ പറഞ്ഞിട്ട്. യു.എസ് ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഇന്ത്യയിൽ ഐഫോണുകൾ നിർമ്മിക്കരുതെന്ന് ട്രംപ് ആപ്പിളിനെയും ടിം കുക്കിനെയും നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്, പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ടിം കുക്കിന് അറിയാം ഇന്ത്യയാണ് ആപ്പിളിന് പറ്റിയ ഇടമെന്ന്. ആപ്പിളിന്റെ ഉയർന്ന വളർച്ചാ വിപണികളിൽ ഒന്ന് തന്നെയാണ് ഇന്ത്യ. ആഗോളതലത്തിൽ ഇപ്പോൾ 10% വളർച്ചയാണ് ഇന്ത്യയിൽ ആപ്പിളിന്. $94 ബില്യൺ കഴിഞ്ഞ പാദം അവസാനിപ്പിച്ചത്. ചൈന, യു.എസ്, കാനഡ, ലാറ്റിൻ അമേരിക്ക, പടിഞ്ഞാറൻ യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഇന്ത്യ, ദക്ഷിണേഷ്യ ഉൾപ്പെടെ 2 ഡസനിലധികം രാജ്യങ്ങളിലും പ്രദേശങ്ങളിലുമൊക്കെ ജൂൺ പാദത്തിൽ വരുമാന റെക്കോർഡുകൾ തങ്ങൾ നേടിയെന്നാണ് ടിം കുക്ക് പറയുന്നത്. ഐഫോൺ മാക്സ് സേവനങ്ങൾ ഇരട്ട വളർച്ച നൽകി. കൂടുതൽ സ്റ്റോറുകൾ ഇന്ത്യയിൽ തുറക്കുന്നതോടെ കമ്പനി ഇന്ത്യയിലെ റീറ്റെയിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ്, അല്ലാതെ പിന്തിരികെയല്ല ആപ്പിൾ സിഇഒ. ജൂൺ പാദത്തിൽ ഏതാണ്ട് $800 മില്യൺ താരിഫ് സംബന്ധമായ ചിലവാണ് ആപ്പിളിനുണ്ടായത്. അടുത്ത സെപ്റ്റംബർ പാദത്തിൽ നിലവിലെ ആഗോള താരിഫ് നടപ്പാക്കുകയാണെങ്കിൽ അത് $1.1 ബില്യൺ അതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ട്രംപിന് എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കാണിച്ചാലും യു.എസിലെ ആപ്പിൾ ഫോൺ പ്രേമികൾ മെയ്ഡ് ഇൻ ഇന്ത്യ ഫോൺ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ.
കാരണം വിശ്വാസമാണ് എല്ലായിടത്തും വിജയിക്കുന്നത്. അല്ലെങ്കിൽ ഇനി ട്രംപ് ഒരു കാര്യം ചെയ്യണം. മെയ്ഡ് ഇൻ ഇന്ത്യ ആപ്പിൾ ഐഫോണുകൾ അമേരിക്കക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, പുതുതായി അവിടെ വിപണിയിൽ വാങ്ങാനായി കാത്തിരിക്കുന്നത്, ഇതെല്ലാം ട്രംപ് അങ്ങ് റദ്ദ് ചെയ്യണം. വേണ്ടി വന്നാൽ ഈ ട്രംപ് അതും ചെയ്യും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച